നിങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. നിങ്ങൾ സംസാരിക്കും, ഞാൻ താഴെ നിൽക്കാം. വേണ്ട, ശ്യാമിന്റെ സാന്നിധ്യത്തിലേ എനിക്ക് സംസാരിക്കാനുള്ളൂ. പക്ഷെ പാർക്കിൽ വെച്ച് കണ്ടപ്പോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. എല്ലാം നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതി ക്ഷമിക്കണം. ഞാൻ ഇങ്ങനൊരു മീറ്റിംഗ് ആഗ്രഹിച്ചിരുന്നില്ല. ഇതായിരിക്കും നമ്മൾ തമ്മിലുള്ള അവസാനത്തെ മീറ്റിംഗ്. വർഷ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അകലുന്നത്? ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് തന്നെ. സോറി, ഇനി നിങ്ങളുമായി യോജിച്ചു പോകാൻ എനിക്ക് പറ്റില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. വർഷ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? എന്റെ ജീവിതത്തിൽ നീ അല്ലാതെ മറ്റൊരു പെണ്ണില്ല. എനിക്കിതിനെ വേണം. സോറി, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ ഉപദ്രവിക്കാൻ വരരുത്. ശ്യാം, നമുക്ക് പോവാം. വർഷ, നിക്ക്. നീ എന്നെ മനസ്സിലാക്കണം. നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരും മനസ്സിലാക്കിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ എന്നെ വെറുതെ ഇരുത്തണ്ടെന്ന് കരുതി നിങ്ങൾ ബിസിനസ് രംഗത്തിറക്കി. ചില പാഴ്സലുകൾ നിങ്ങൾ പറയുന്ന ആളുകൾക്ക് കൈമാറുക, അതായിരുന്നു ആദ്യത്തെ ജോലി. അന്ന് വന്ദനിച്ചി നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ഞാനിത് വിശ്വസിച്ചില്ല. പിന്നീട് ഞാൻ നേരിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു നിങ്ങളുടെ തനിനിറം. എന്റെ വയറ്റിൽ വളർന്ന് നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അച്ഛമ്മയെ സംസാരിക്കാൻ വയ്യാതെ തളർത്തി കിടത്തിയത് നിങ്ങളല്ലേ? നിങ്ങളുടെ കൂട്ടുകാരൻ നിരഞ്ജനെ മൃഗീയമായി കൊലപ്പെടുത്തിയത് നിങ്ങൾ തന്നെയല്ലേ?